ഭാര്യയാവാൻ ജീവിതത്തിലോട്ട് എന്തോ തുടങ്ങുന്ന ഒരു ഇത് ഫീല്. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. കണ്ടുമുട്ടിയത് ഞങ്ങളൊരു ശത്രുക്കളൊക്കെ ആയിട്ടാണ്. വേറെ പടങ്ങളിനെക്കാട്ട് എത്രയോ മനോഹരമാണ് ഈ ഒരു വാക്കുകൾ. രണ്ട് ബിഗ് ഫാൻമാർ ചേർന്ന് അതുകൊണ്ട് എന്റെ മോടെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിച്ചത്. ലിബിനെ പറ്റി പറയാനാണെങ്കിൽ ഹീസ് വെരി സിമ്പിൾ, ഹീസ് വെരി നൈസ് പേഴ്സൺ. ഭയങ്കര ഫ്രസ്ട്രേഷനാണ് കല്യാണം എന്ന് പറയുന്നത്. ഓക്കെ ബൈ. ഓക്കെ താങ്ക് യു. നിങ്ങളുടെ വീട്ടിൽ വരാൻ കഴിഞ്ഞു കേട്ടോ. താങ്ക് യു. ഹലോ ഗൈസ്, നമ്മൾ മാന്നാറാണ്. ഇന്ന് ബിൻഡയുടെയും ലിബിൻ്റെയും വെഡ്ഡിങ് ഡേ ആണ്. ഒരുപാട് സന്തോഷമാണ് ഇന്നിങ്ങോട്ട് വരുന്നത്. കാരണം വെച്ചാൽ ബിൻഡയുടെ ഫാമിലിയിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണ്, നമ്മുടെ വ്ളോഗ് കാണുന്ന ആൾക്കാരാണ്. എൻഗേജ്മെൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് വരണമെന്ന് അവർ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ ഒരു ദിവസം, ഏറ്റവും മനോഹരമായ രീതിയിൽ കല്യാണ വ്ളോഗ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് തന്നെ ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. മറക്കരുത് ഒരു കാര്യം കൂടെ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോകളിലെ ഷോർട്സ് ഇടും കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ടാവും. നിങ്ങൾ കയറി കാണണേ, ഫോളോ ചെയ്യുക. ബാ ഗൈസ്, ഞങ്ങളിപ്പം നമ്മുടെ ബിൻഡയുടെ വീട്ടിലാണ്. ബിനു വർഗീസ്, പുത്തൂട്ടത്തിൽ ബിനു ഭവൻ. ഈ പേരും എൻ്റെ പേരും ഒരുപോലെയാണ്. ഇത് ബിൻഡയുടെ പപ്പയുടെ പേരാണ്. ഇതാണ് ബിൻഡയുടെ വീട്. ലൈറ്റൊക്കെ ഇട്ട് തലേദിവസം പരിപാടിക്ക് സെറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നാ ഉണ്ട്? നിനക്ക് ഓർമ്മയുണ്ടോ? ആരാ? ഓ ബിനിസി. നമ്മളന്ന് ഫോട്ടോ എടുത്തില്ലേ? നിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായിരുന്നു? ആഡം. നല്ല പേര്. എന്റെ പപ്പ എവിടെ ജോലി ചെയ്യുന്നത്? ദുബൈയിലാണ്. ഓട്ടോയാണോ? ചേച്ചിയോ? സ്കൂളിൽ. ചേച്ചിയുടെ പേരെന്താ? ഹന്ന. അങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ് എന്ന് പറ. വെൽക്കം ബിനു സീൻസ് വ്ളോഗ് എന്ന് പറ. വ്ളോഗ്. ഹായ് ഗൈസ്. ഹായ്. പേരെന്തുവാ? ഓക്കെ. ഇതാരാ? ലിങ്കൺ. ഇവിടുത്തെ ഓക്കെ. എവിടെ? ആ വണ്ടി ഞാൻ മാത്രമല്ല, ഇവരൊക്കെ കേറാറുണ്ട്. ഇതാണോ നിങ്ങളുടെ വീട്? നല്ല മനോഹരമായ വീട് കൊള്ളാം. ബിൻഡയുടെ അത്രയും പോരാ, വീടിനെക്കാട്ടും മനോഹരമാണ് ബിൻഡ. ബിൻഡയുടെ മുറി എവിടെ? മുകളിലാണോ? അവിടെയാണോ മറ്റേ പൂമാലയൊക്കെ വെച്ച്? അല്ലെങ്കിൽ അതിനെ പറ്റി മേടിക്കണ്ടേ കുറച്ച് മുല്ലപ്പൊക്കെ വെച്ച്? പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ബൊക്ക എങ്ങനെയാ പിടിക്കുന്നത് അറിയോ? അങ്ങനെയാണോ? ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ബൊക്ക പിടിക്കുന്നത് എങ്ങനെയാണ്. ഹായ്. ഹലോ. എന്നാണ്? ഉണ്ട്? നന്നായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടൈം ആർക്കാ എടുത്തേ ഒരുങ്ങാൻ? ബൊക്ക ഇവിടെ പിടിക്കാർക്ക് ഇങ്ങനെ അങ്ങനെ പിടിക്കാം കേട്ടോ. അങ്ങനെ അതെന്നാ ഇവിടെ മർത്തോമല്ലേ? ഇവിടെ എങ്ങനെ ശരിക്കും? സമ്മതമാണോ രീതിയിൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് ഇരിക്കുമെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ അച്ഛൻ ആദ്യത്തെ ഞങ്ങൾ രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ എനിക്കൊന്ന് അച്ഛൻ ഇതുണ്ട് ആദ്യത്തെ മോതിരമായിട്ടിന്റെ ശുശ്രൂഷ. അത് കഴിഞ്ഞൊരു പാട്ട് കഴിഞ്ഞിട്ട് അച്ഛന്റെ വക ഒരു പ്രസംഗം പോലെ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അക്കീരുടെ വഴിവിന്റെ ശുശ്രൂഷ. ജസ്റ്റ് വണ്ണാറില്ല. ഞാൻ കൊയലൊക്കെ അറ്റൻഡ് ചെയ്ത ആളാണ്. പിന്നെ എന്റെ പാട്ട് മർത്തോമക്കാര് പറഞ്ഞിട്ടുണ്ട്, മർത്തോമ കല്യാണം വണ്ണം 45 മിനിറ്റേ ഉള്ളൂ. 45 മിനിറ്റ്. അതായത് ആദ്യം പള്ളിയിൽ ചെന്ന് ബ്രൈഡാണ്. എന്നാ പള്ളിയിൽ ആദ്യം ആരാ കയറണ്ടേ? ഇപ്പൊന്നല്ല, പള്ളിയിൽ ബ്രൈഡാണ്. പപ്പയുടെ അമ്മയുടെയും കൈ പിടിച്ച് പെണ്ണി എന്ന് പള്ളിയുടെ റൈറ്റ് സൈഡ് നിൽക്കുക. അപ്പം ഗ്രൂപ്പ് പിന്നാലെ പേരൻസ് കൈ പിടിച്ചു. ഞങ്ങൾ ഗ്രൂമിൻ്റെ റൈറ്റ് സൈഡിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ആദ്യം വന്ന് നിങ്ങളുടെ സൈൻ ചെയ്യിക്കും, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും, അതിനുശേഷം മറ വലിക്കും. ആദ്യം മറ വലിച്ചിട്ട് ശേഷമേ കയറാവൂ കേട്ടോ പള്ളിയിലേക്ക്. പിന്നെ മറ വലിച്ചിട്ട് അച്ഛന്മാരും കാപ്പയിടുന്നവർ, കാപ്പത് കുപ്പായിട്ട് എല്ലാവരും കൂടെ വരും. മോതിരം വാഴവാണ്. മോതിരം വാഴവ് 2 പേർക്കും മോതിരം വാഴ്ത്തി തരും. മോതിരം വാഴ്ത്തി തന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടുന്ന സമയത്ത്
ആൾക്കാർക്കൊക്കെ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം കിരീടവാഴ് വരും. കിരീടവാഴ് വരുമ്പോണ്ടല്ലോ നമ്മുടെ ഈ മുന്താണിയില്ലേ അതെടുത്ത് മാറ്റണം. അച്ഛന്മാർ ചിലപ്പോൾ പറയത്തില്ലായിരിക്കും, പക്ഷേ മാറ്റണം. ബൊക്കയോടെ കൊടുക്കണം ബാഗിൽ, എന്നിട്ട് കൈ കുപ്പിക്കണം. അതിനുശേഷം കിരീടവാഴ് 2 പേരുടെ തലയിൽ കിരീടം വാഴ്ത്തും, ഒരാളുടെ തലയിൽ ഇട്ട് തരും. അതിനുശേഷമാണ് മിന്ന് കെട്ടുന്നത്. മിന്ന് കെട്ടുമ്പോൾ കൈ കുപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്, അതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുക. പിന്നെ നമ്മുടെ മന്ത്രകോടി കൊണ്ട് തലയിലിട്ട്. മന്ത്രകോടി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് വന്ന സംഭവമാണ്. പുടവ എന്ന് പറയും. അത് നമ്മുടെ തലയിൽ അച്ഛൻ പിടിച്ച് കല്യാണച്ചക്കന് ഇട്ട് തരും. ആ മന്ത്രകോടി തലയിലല്ലേ പുടവ ഇടുന്നതോടുകൂടി നമ്മൾ അവരുടെ സ്വന്തമാകും. ആക്ച്വലി അതൊരു ഇന്ത്യൻ കൾച്ചർ. നമ്മുടെ ഇതിലേക്ക് വരുമ്പോഴാണ് മന്ത്രകോടി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ സംഭവം. പറഞ്ഞു തന്നതിന് പാട്ടൊക്കെ അവർ പാടിക്കൊടുക്കും. പാടുമോ? മമ്മി ഇങ്ങോട്ട് വിളിക്കാവോ? ഇങ്ങോട്ടോ. ഈ ബിൻ്റെ ഒരു ഇഡലിയാണോ കഴിക്കുന്നത്? ആര് പറഞ്ഞു? ആൻറ്റി വെറുതെ എന്തിനാ കളിയാക്കുന്നത്? നമ്മുടെ ബിൻഡയുടെ കല്യാണമാണ്. ബിൻഡയുടെ നെയ്ബറാണ് നേഹ അല്ലേ? പിന്നെ അന്നയോ? അവൾ പറഞ്ഞു കസിനൊന്നും അല്ല, അയൽവക്കത്തൊന്നും. സത്യമായിട്ട് നിങ്ങൾ തമ്മിൽ കസിൻസാ? അന്ന് പറഞ്ഞേ. ഇവന്റെ പേരെന്തുവായിരുന്നു? നേതൻ. ഗൈസ്, കല്യാണം കഴിച്ച് പോകുന്നതിന്റെ വിഷമം ഇതൊന്നും വിഷയമില്ല നമുക്ക്. ഇതൊന്നും കുഴപ്പമില്ല. പിന്നെന്തിനീ കരയുന്നേ? ഇതെന്തോ കയ്യിലെഴുതി വെച്ചേക്കുന്നത്? ഇതെന്ത് ഇത്? ഡാഡാണ്. ഇപ്പുറത്ത് അവന്റെ പേരോട് എഴുതേണ്ടി വരുമായിരുന്നു. കാണിച്ചു. സാധാരണ പേരൻസ് നമ്മുടെ ഹൃദയത്തിലല്ല, ഇത് കയ്യിലാണല്ലോ കൊണ്ട് നടക്കുന്നത്. അല്ലെ, നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ് നമ്മുടെ പേരൻസ്. വൈ എന്തിനു നീ ഇതിൽ കൈ വെച്ചേക്കുന്നത്? ഡാഡിയും മമ്മിയും നോക്കണം, എങ്ങനെ നോക്കണം? അതോ കയ്യിൽ ഇങ്ങനെ വെച്ച് തന്നതിന്റെ ഇത് വെച്ചാണ് ഇങ്ങനെ നോക്കുന്നത്? ഡാഡി ഒന്ന് 50 ലക്ഷം. വേറെ പടങ്ങളിനെക്കാട്ട് എത്രയോ മനോഹരമാണ് ഈ ഒരു വാക്കുകൾ. അതെ. പിന്നെ തന്നെയല്ല, ഹൃദയത്തിൽ നമുക്ക് എപ്പോഴും വെക്കാൻ പറ്റില്ല. ഇന്നൊരാൾ ഹൃദയത്തിൽ വരും. സോ അതുകൊണ്ട് നമ്മൾ ഡാഡി മമ്മിയൊക്കെ അഡ്വാൻസ്ഡ് കയ്യിലങ്ങ് വെച്ചേക്കുക. കൈസ്, ഇവരെല്ലാവരും എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക വെറുതെ. പൈസ തരുന്ന ആരാ? ബിൻ്റെ തരത്തില്ലെന്ന് പറഞ്ഞു. ഇല്ല, അവൻ പറഞ്ഞു അവളോട് തരില്ല. ഇതാണ് ഇവരുടെ ഫാമിലി ഫോട്ടോ. ഇത് ഇവിടുത്തെ പപ്പായും മമ്മി. ഇത് ഇവിടുത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതാണ് ഒരു ക്യാമറയാണോ എന്താണ്? ബിൻഡ, മെറിൻ, ബിനു. നിങ്ങൾ ചേച്ചി അനിയത്തിയാണോ? ആ, നാത്തനും കുറെ ഫൈറ്റ് ചെയ്ത ആൾക്കാരത്. ഇതാരാ തൂക്കിയിട്ടിരിക്കണേ? ആർക്ക് കിട്ടിയതാ? ആണോ? ഇതോ? എത്ര വർഷമായി? ഇതാണ് ബ്രൈഡൽ ബുക്ക്. സിമ്പിളാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് സംഭവമാണ് കേട്ടോ. ബിൻ്റെ അതാരാ? ബിൻ്റെ ആ കുഞ്ഞ് അതോ ആണോ? ആ, ഓക്കെ. കിഴക്ക് ഏതാ? അപ്പൊ ഇങ്ങനെ ബാ. ഗുരുദക്ഷിണ ആദ്യം. ഗുരുദക്ഷിണ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും. ബാ ഇവിടെ ഗുരു ആദ്യം. ഗുരു അടുത്ത് നിൽക്കുവോ? ദക്ഷിണ കൊടുക്കട്ടെ എന്ന് എല്ലാവരോടും ചോദിച്ചേ. എല്ലാവരും ദക്ഷിണ കൊടുക്കുന്ന സമയമാണ്. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്, ഓരോരുത്തർ. ഇതാണ് ബിൻഡയുടെ അനിയത്തി. ബിൻഡയുടെ അനിയത്തിയാണ്, ബാംഗ്ലൂർ പഠിക്കുന്നത്. ഇത് ഇവരുടെ കസിനാണ് കേട്ടോ, ഈ കാണുന്ന കുട്ടി. അവളിപ്പം ഇങ്ങോട്ട് നോക്കിച്ചിരിക്കുക. കറക്റ്റില്ല. ഇത് ഇവിടെ ഒരു കസിനുണ്ട്, അനിയനുണ്ട്. ബിൻഡയുടെ മമ്മിയാണ്. ഇവിടെ പപ്പ ഹോസ്പിറ്റലാണ്. ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. ബിൻഡയുടെ മമ്മിയാണ്. ബിൻഡയുടെ മമ്മി ഇങ്ങനെ പരിചയപ്പെടുമായിരുന്നു. എന്നാ ഉണ്ട്? എന്താ പറയുക? ആർക്കേ? എനിക്കാ? ഉണ്ടടാ. നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതായിരുന്നു നിങ്ങൾ അമ്മയും മോനും വന്നു? ആ, ഒരു ചിരി ഒരുപോലെ ഇരിക്കും. ആളെ എവിടെ പഠിപ്പിച്ചു? ആണോ? ഓ, അങ്ങനെ. നിന്നെ എന്നിട്ട് പഠിപ്പിച്ചോ നിന്റെ അമ്മ?
പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വേറെ ഒരു ഫോളോവറാണ് കേട്ടോ. അയ്യോ പേരെന്തുവായിരുന്നു? ആശ. ആശ പാട്ടൊക്കെ പാടുന്ന ആശയല്ലേ? ഇന്നത്തെ കോറിലുണ്ടോ? ഇല്ലേ, നമ്മുടെ ഫോളോവറാണ്. ആ ബിഗ് ഫാന്. അത് വേറൊരു രണ്ട് ബിഗ് ഫാൻമാർ ചേർന്ന്. അല്ലേ അതുകൊണ്ട് എന്റെ മോടെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിച്ചത് ബിജാനെയാണ്. അതെ, ആദ്യം എന്നെ ബിൻചാൻ, എന്നെ ബിനു എന്ന് വിളിക്കുന്നില്ല. അതെ അതെ അതെ, അതുകൊണ്ടാണ് വിളിച്ചത്. അങ്ങ് ഒത്തിരി പേരില്ലായിരുന്നു വേറെ ഇവിടെ ഫോട്ടോ എടുക്കും. അതുകൊണ്ടല്ലേ ഇന്ന് ഓടി വന്നു. ഇന്ന് ഒത്തിരി കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ എൻഗേജ്മെന്റ് വന്നായിരുന്നു. പിന്നെ ഞാൻ പിന്നെ പോയിരുന്നു. അതെ അതെ, ഭയങ്കര സന്തോഷം. ഇത് അമ്മച്ചിയാണോ? അവരുടെ ചിരികളെല്ലാം നിങ്ങളുടെ ഒരുപോലെ ഇരിക്കുന്നു. പറയൂ. അയ്യോ നാണം വന്നിട്ടിരിക്കാൻ വേണ്ടി. നീ പറയടി, നീ പരിചയപ്പെടുന്നു. അവൾ ഓടി. എടാ നിന്റെ ചിരി കൊള്ളാലോടാ. ബിൻ്റെ ഭയങ്കര ടെൻഷനിലാണ്. ബിൻ്റെ കല്യാണ ദിവസം ഒരു കാര്യത്തെക്കുറിച്ച് പറയണ്ട. ഇത് ബിൻ്റെയുടെ അമ്മച്ചി. ആ എവിടാ? ആ ഇവിടെ ഇരിപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞത്. ഞാനവിടെ തകത്ത് മുറി ഇരിപ്പുണ്ട്. വയ്യാതെ വല്ലതും ഇരിക്കുമായിരിക്കും ഇനി ഇറങ്ങാൻ. ഇത് ബിൻ്റെയുടെ ആ, ഇത് ഇപ്പുറത്തിരിക്കുന്നത്. ആ ഓക്കെ. കണ്ണൂരുകാരെന്നോ പറയുന്നു. ചില ബ്രൈഡ്സിനെക്കാട്ടിലും ഒരുങ്ങി ബ്രൈഡ്സിൻ്റെ അനിയത്തിമാരൊക്കെ നിൽക്കും. നമ്മളപ്പോൾ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കണ്ടേ? വേണ്ടേ? എന്ത് ആഗ്രഹിച്ചാൽ ആ ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാർ വരുമ്പോൾ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമായിരിക്കും. എത്രയോ കല്യാണത്തിന് നമ്മളിങ്ങനെ ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് കല്യാണത്തിന് എടുക്കും നമ്മൾ. നെറ്റിക്കൊരു മാർഗേ കുറവെല്ലാം തൊട്ടാണ് എന്നെ ആണ്. ഹലോ ഹായ്, എല്ലാവരും ഒരു ഹായ് പറ. ഹായ്. ആ എന്നാ ഉണ്ട്? ഹലോ ഹായ് ബ്രദർ. ഹായ് ഹായ്. ആൾറെഡി ആയോ? വാവ് സെറ്റ്. അതെ, അന്ന് എന്നോട് പറഞ്ഞതായിരുന്നു നാഷണൽ റെസ്ലിംഗിലെ നാഷണൽ പ്ലെയർ ആണ്. ഹലോ ഹായ് 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 ഹായ്. ഇനി ആർക്കൊക്കെ ഹായ് ഇട്ടാണല്ലേ? ഫോട്ടോ ആ ഹായ്. ഹലോ ഹായ് ഹായ്. ചിരിച്ചേ ഹായ്. കണ്ടോ അമ്മച്ചി എന്നാ ഉണ്ട്? അയ്യോ ചിരിച്ച്. ആ അത് അതെ 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 അതെ. ടീച്ചർ ഹായ്. ഹലോ ഹായ്. ഇതാരാടാ? ഇത് നീയാണോ? അയ്യോ ഇവനാണോ ഇത്? ആര് പറഞ്ഞു നീ ആണെന്ന്? ആണോ? അറിയത്തില്ല. അത് ഇവരുടെ മൂന്നാമത്തെ കുഞ്ഞാങ്ങളോ? ഒന്നേക്ക് ഒരു ആങ്ങളല്ലേ? ബിൻ്റെ ചേച്ചിയുടെ ബ്രദറാണോ നീ? ആര് പറഞ്ഞു? ആണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ ഇനിയിപ്പം മറ്റേ ലിബിൻ കല്യാണം കഴിച്ചു കൊണ്ടുപോവാ. പിന്നെ നീ എങ്ങനെ ആരോടെ കിടക്കും? കുറെ നാളൊന്നും കഴിഞ്ഞു വരില്ല. അവര് കല്യാണം കഴിച്ചു, അവർക്ക് ഒന്നുമില്ല. അവര് പോസ് പറഞ്ഞു കൊടുക്കേ. ഫോട്ടോഗ്രാഫർ ഒരു പോസ് പറഞ്ഞു കൊടുക്കൂ. ഒരു പോസ് പറഞ്ഞു കൊടുക്കേ. അതെ അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചു വീടിന് മാറില്ലെന്ന്. അങ്ങനെ മുടി വെട്ടാനോ ചുമ്മാണോ? നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതെ, നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടു പോയാൽ ഓരോരുത്തരെ പരിചയപ്പെടാം. ഹായ് ബ്രദർ. ഹായ്. ഹലോ. ആ അതെ അല്ല ഇല്ല, പറഞ്ഞു കൊടുക്കട്ടെ, എല്ലാം പറഞ്ഞു കൊടുക്കട്ടെ. ഒന്ന് ചിരിച്ചേ, ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ആ ഓക്കെ, ഇവിടെ ചിരിച്ചേ. ഏറ്റവും നല്ല ചിരി ആരാന്ന് നോക്കട്ടെ. എടാ നീ ഈ പിള്ളേരോട് പ്രായമുള്ള നീ എന്തിനാ നിൽക്കണേ? ചേട്ടാ അപ്പച്ചനാണോ? അതെ ആണോ? അതാണ് സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ. എങ്ങനെ നമ്മൾ കല്യാണ വീടിന്റെ പുറത്തുനിന്ന് അകത്തേക്ക് പോകുമ്പോൾ കണ്ടില്ലേ കല്യാണക്കാര്, ആൾക്കാര് എല്ലാരും ചിരിച്ചിരിക്കുന്നു. ഇങ്ങനെ 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 ഹായ്. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെയും കുറെ പേരിപ്പുണ്ട്.
ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് പള്ളിപ്പാട് സെൻറ് തോമസ് മർത്തോമ ചർച്ചിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രൈഡ് ആദ്യം വന്നു, ഇനിയും ഗ്രൂമാണ് വരാനുള്ളത്. ഗ്രൂമിൻ്റെ സൈഡിലും നമ്മുടെ ടീം തന്നെയാണ്. പള്ളിയിലൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പള്ളി കണ്ട വലിയൊരു പള്ളിയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ പള്ളിയിൽ ഷൂട്ട് ചെയ്യുന്നു. ബെനിറ്റയും ലിബിനും ഈ പള്ളിയിൽ തന്നെയാണ്. ബെനിറ്റ ഇവിടുത്തെ കൊയറിലെ അംഗമാണ് കേട്ടോ, നന്നായിട്ട് പാടുന്ന ഒരാളാണ്. ഇവരിങ്ങനെ യുവജന സഖ്യത്തിൽ കൂടെ കണ്ടുമുട്ടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരാണ് ഗൈസ്. ഹായ് ഡിങ്ങളൊക്കെ ഇതാരാ 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 നിങ്ങളെ പള്ളി തന്നെയല്ലേ? നല്ല പള്ളിയാ, നല്ല പള്ളിയാ. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാൾ ഈ പള്ളിയിൽ പാട്ട് പാടാനും കുർബാനയ്ക്ക് വിടാനും അല്ലേ വന്നേ? ഇന്ന് വന്നപ്പോ എന്ത് തോന്നി ഇങ്ങനെ ഇരിക്കുന്നത്? ഒരു ഭാര്യയാവാൻ ജീവിതത്തിലോട്ട് എന്തോ തുടങ്ങുന്ന ഒരു ഇത് ഫീല്. ടെൻഷനൊക്കെ ഉണ്ട്. പാട്ടൊക്കെ പാടി നിന്നാ മതി. ചെറുക്കനെ കണ്ടോ? ദേ വണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയാ? ലിബിനെ പറ്റി പറയാനാണെങ്കിൽ ഹീസ് വെരി സിമ്പിൾ, ഹീസ് വെരി നൈസ് പേഴ്സൺ. ബിക്കോസ് നല്ല രീതിയിൽ ആള് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹീസ് എ ഗുഡ് ഗൈ. കണ്ടുമുട്ടിയത് ഞങ്ങളൊരു ശത്രുക്കളൊക്കെ ആയിട്ടാണ്. പിന്നെ അത് ഞങ്ങൾ ഫ്രണ്ട്സായി, ബെസ്റ്റ് ഫ്രണ്ട്സായി. എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അച്ഛൻ. ഇപ്പം എൻ്റെ ജീവിതത്തിലോട്ട് സ്വീകരിച്ചു. അപ്പം ഞങ്ങൾ ഇതാ ഇവിടെ പള്ളിയുടെ മുറ്റത്ത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോകാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ്. 2025 കഴിഞ്ഞു പോകുമ്പോൾ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അതെ അതെ, ഏറ്റവും വലിയ സമ്മാനം. അച്ഛൻ ലൈഫ് എൻജോയ് ചെയ്യാം. പള്ളി കയറി സന്തോഷത്തോടെ. കരയണ്ട, നല്ല പാട്ടായിരുന്നു, നന്നായിട്ട്. അങ്ങനെ ഗൈസ് ഒന്നിച്ച് തല്ലുകൂടി വഴക്കുണ്ടാക്കി അവസാനം സ്വന്തം പള്ളിയിൽ ഒന്നിച്ച് കല്യാണം കഴിച്ചു. നല്ല പാട്ടാ. പക്ഷെ പുള്ളി അങ്ങോട്ട് നോക്കി, ഞാൻ എന്താന്ന് എനിക്ക് അറിയില്ല. കല്യാണം എന്ന് പറയണത്. ഈ വരുന്നവരെല്ലാം ബിൻഡയുടെ പപ്പയുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ. ഇത്രയും പേര് നോക്കി, എന്തോരം ആൾക്കാരാ. അടിപൊളി. ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? വൈറലാക്കിയിട്ട് അങ്കിളിന്റെ പേരെന്താ? എന്റെ വീഡിയോ നീ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ? നല്ല വീഡിയോ ആണോ? അങ്കിൾ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയാണോ? നല്ല ഫോട്ടോ ആണോ? അങ്കിൾ എല്ലാവരോടും മിണ്ടിയില്ലേ? എന്നാ വരുമ്പോ ഹലോ ഗൈസ്, എല്ലാവരും വീഡിയോ കാണണമെന്ന് പറ. അതെ പോരെ? ബാ എല്ലാവരും എൻ്റെ പിന്നാലെ വരൂ, എൻ്റെ പിന്നാലെ വരൂ. നീ എന്തോ കഴിക്കണേ? അപ്പോൾ ഒരുപാട് സന്തോഷം. ബിൻഡയുടെയും ലിബിൻ്റെയും കൂടെ
അവർ കണ്ട് മുട്ടിയ പള്ളി, അവർ ജനിച്ച് വളർന്ന, അവരൊന്നിച്ച് കുർബാന കണ്ട പള്ളി, ഒന്നിച്ച് യുവജന സഖ്യത്തിൽ വന്നിട്ട് ഇഷ്ടമാണെന്ന് ഇവർ അവരോട് തുറന്നു പറഞ്ഞ പള്ളി വെച്ച് ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ ഒരു ദിവസം കാണാൻ കഴിഞ്ഞ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഹായ്, ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ ബൈ ബൈ. ഇനി അവർ വരും, ഞാനില്ല. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ വീട്ടിൽ വരാൻ കഴിഞ്ഞു കേട്ടോ. താങ്ക് യു. ഓക്കെ, ബൈ. ഫോട്ടോയുടെ പൈസ തരണം കേട്ടോ. ഫോട്ടോ ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ബൈ ബൈ.